ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പുതിയൊരു പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവമംഗലത്തേക്ക് പുതിയൊരു അതിഥി കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ബാലൻ്റെ ഏറ്റവും ഇളയ മകളായ അനുമോള്. അങ്ങനെ അവൾ വന്നോണ്ടേ അച്ഛനെ അമ്മയെ അന്വേഷിക്കുകയാണ്. അമ്മ അവിടെ ഇല്ലയെന്ന് അറിഞ്ഞ സമയം മുതലേ ടെൻഷനാവുക കേട്ടോ. അങ്ങനെ മിത്ര അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അനുമോളെ വിവരിച്ച് കേൾപ്പിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ അനുമോൾ ചോദിക്കുന്നുണ്ട്, ഇവിടുന്ന് അമ്മ അപ്പുറത്തേക്ക് പോയപ്പോൾ നിങ്ങൾക്ക് എന്താ തടയാൻ മേലായിരുന്നു എന്ന് ചോദിക്കുക കേട്ടോ. പക്ഷേ അമ്മയുടെ ഒറ്റ വാശിയാണോ ഇവിടുന്ന് ഇറങ്ങിപ്പോകണമെന്നുള്ളത്. അപ്പുറത്തേക്കാണ് പോകുന്നുള്ളതെന്നും നമ്മളോട് പറഞ്ഞില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ പോയത്. പക്ഷേ അവരെ അങ്ങോട്ട് വിളിച്ചു, അങ്ങനെ പോയി. എന്തായാലും ദേവമംഗലത്ത് നിന്ന് കൃഷ്ണമംഗലത്തേക്ക് അമ്മ പോയെങ്കിൽ അവരോട് നമുക്ക് നന്ദി പറയേണ്ട ആവശ്യമുണ്ട്. കാരണം എന്തായാലും അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒരു ആത്മഹത്യയിലോ വല്ലതാണ് പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ അവർ സ്വീകരിച്ചില്ലേ. അതുകൊണ്ട് നമ്മൾ അവരോട് ആ ഒരു കാര്യത്തിൽ വഴക്കൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. പിന്നെ അമ്മയെ വിടാതിരിക്കേണ്ട അവകാശം അവർക്കില്ല. എനിക്കതുകൊണ്ട് അമ്മയെ കാണാൻ പോയേ പറ്റത്തുള്ളൂ. ഞാൻ കൃഷ്ണമംഗലത്തേക്ക് പോവും. മിത്ര പറയുന്നുണ്ട്, ഞങ്ങൾ ആരെയും അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മോളെ നിന്നെ അടുപ്പിക്കുക? എന്നെ അങ്ങോട്ട് കയറ്റിയാലും ശരി ഇല്ലെങ്കിലും ശരി എൻ്റെ ശബ്ദം ഇവിടെ നിന്ന് കേൾക്കുമ്പോൾ തന്നെ അമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരും. അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ ഇവരിങ്ങനെ പറയാട്ടോ. അങ്ങനെ അനുമോൾ നേരെ അങ്ങോട്ട് പോവാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും മറ്റുള്ള എല്ലാവർക്കും എതിർപ്പാണെങ്കിലും പക്ഷേ അലോകിന് അനുമോൾ അങ്ങോട്ട് വരുന്നതിൽ യാതൊരു സംശയമില്ല കേട്ടോ. അലോകിന് അനുമോൾ വന്നു എന്നറിഞ്ഞ സമയം മുതൽ തന്നെ അലോകിൻ്റെ മനസ്സിൽ ചെറിയ പദ്ധതികളൊക്കെ കൂടിയിട്ടുണ്ട്. കാരണം ഈ വീടെല്ലാ സ്വത്തും വകകളും വീടും ഒക്കെ ഇപ്പോൾ ഗോമതിയുടെ പേരിലാണല്ലോ. ഇനി ഗോമതിയുടെ പേരിൽ അപ്പച്ചിയുടെ മോളെ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം സ്വന്തമാക്കാമല്ലോ എന്നുള്ളൊരു ധാരണ നമ്മുടെ അലോകിനുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വന്നു കയറുമ്പോൾ ഒരിക്കലും തടയണില്ല നമ്മുടെ അലോക് കുഴപ്പമില്ല, കയറിക്കോട്ടെ എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കേട്ടോ. പക്ഷേ നമ്മുടെ ശ്രീകല പറയുന്നുണ്ട്, എന്തായാലും ഗോമതി ഈ വീട്ടിലെ ശത്രുവായി കഴിഞ്ഞു. ദേവമംഗലത്തിൻ്റെ മാത്രമല്ല ബാലൻ്റെയും നമ്മുടെ എല്ലാവരുടെയും ശത്രുവാണ്. അതുകൊണ്ട് തന്നെ ഇനി ഗോമതിയുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും നമ്മുടെ ശത്രുവാണ്. നമ്മൾ അവരെ എല്ലാവരും പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ നേരിടുന്ന ഒറ്റക്കെട്ടായിട്ട് എന്ന് മീനാക്ഷിയോടും മിത്രയോടും പറയാട്ടോ. മീനാക്ഷി മിത്രയും ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം ഇവർ ഒരു കുടുംബം തൊലയ്ക്കാനായിട്ടാണോ വന്നിരിക്കുന്നത്? എന്തായാലും പ്രശ്നങ്ങൾ അറിഞ്ഞ് പരിഹരിക്കാനല്ല വന്നിരിക്കുന്നത്. തുടക്കം മുതലേ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബാലനും ചില കാര്യങ്ങളൊക്കെ പിടിയിട്ടുണ്ട്. ഒന്നും പുറത്ത് പറയാണ്ട് ബാലൻ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്തായാലും പതിയെ മിഥുൻ്റെ കാര്യം എങ്ങനെയാണ് കൊണ്ടുവന്നത്, അതുപോലെ തന്നെ ഈ ഉദയഭാനുവിൻ്റെ കാര്യവും ബാലൻ തന്നെ പതിയെ വെളിച്ചത്തേക്ക് കൊണ്ടുവരും കേട്ടോ. ഇതാണ് വരുന്ന എപ്പിസോഡ്. പുതിയ എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.